വെക്ടേഴ്സ് എന്ന 10ാം ചാപ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വെക്ടേഴ്സ് എന്ന ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ എന്താണ് ഒരു വെക്ടർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടർ, വെക്ടർ കമ്പോണൻറ്റ്, ഒരു വെക്ടറിൻ്റെ വെക്ടർ കമ്പോണൻസ്, എക്സ് കമ്പോണൻറ്റ്, എക്സ് വെക്ടർ കമ്പോണൻറ്റ്, വൈ വെക്ടർ കമ്പോണൻറ്റ്, ഇസഡ് വെക്ടർ കമ്പോണൻറ്റ്, അതുപോലെ തന്നെ പൊസിഷൻ വെക്ടർ, ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ സെഡ് സോ ദാറ്റ് വെക്ടേഴ്സ്, 2 വെക്ടർ ഇവിടെ പറയുന്നുണ്ട്. അതായത് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഐ ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് ഇസഡ് കെ ക്യാപ്പ്. അനദർ വെക്ടർ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ബി വെക്ടർ. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 2i ക്യാപ്പ്, ഇത് 2 ആണ്, 2i ക്യാപ്പ് പ്ലസ് yj ക്യാപ്പ് പ്ലസ് 1k ക്യാപ്പ്. അപ്പോൾ ഈ 2 വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ എക്സും വൈ ഇസഡിൻ്റെയും വാല്യൂ എന്താണെന്നാണ്. അപ്പോൾ നമ്മളറിയാം എന്താണ് 2 ഈക്വൽ വെക്ടേഴ്സ് നമുക്കറിയാം. നമ്മളെ ഒറിജിനൽ ഡെഫിനേഷൻ പഠിച്ചത് അതിൻ്റെ 2ൻ്റെയും ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകുമ്പോഴാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എക്സ് വെക്ടർ കമ്പോണൻറ്റ്, വൈ വെക്ടർ കമ്പോണൻറ്റ്, ഇസഡ് വെക്ടർ കമ്പോണൻറ്റ് ഈക്വൽ ആകുമ്പോഴാണ് ഇത് ഈക്വൽ ആകുന്നതെന്ന് പറഞ്ഞു, ഈ 2 വെക്ടേഴ്സ് ഈക്വൽ ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ 2 വെക്ടർ ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? അതിൻ്റെ എക്സ് വെക്ടർ കമ്പോണൻറ്റ് ഈക്വൽ ആകുമ്പോൾ എക്സ് എത്രയാണ്? എക്സ് 2 എന്ന് വരും. വൈ വെക്ടർ കമ്പോണൻറ്റ് ഈക്വൽ ആകുമ്പോൾ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. പിന്നെ ഇസഡ് വെക്ടർ കമ്പോണൻറ്റ് ഇവിടെയാണ്. ഇസഡ് ഇത് 1k ക്യാപ്പ് എന്ന് എഴുതുമ്പോൾ നമുക്ക് ഇസഡ് എന്ത് കിട്ടും? ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് എക്സ് വൈ ഇസഡ് ഇവയുടെ വാല്യൂ കാണാൻ പറഞ്ഞു. എക്സ് ഈസ് ഈക്വൽ ടു, വൈ ഈസ് ഈക്വൽ ടു, ഇസഡ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 2 ഇങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. ഐ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ, ജെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ, കെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വെക്ടേഴ്സ് എഴുതണം. എക്സാമ്പിളായിട്ട് വെക്ടർ എയും വെക്ടർ ബിയും എഴുതാം. അതിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വെക്ടർ 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് എന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് ഇപ്പോൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. അപ്പോൾ എത്ര വരും? അത് ദാറ്റ് ഈസ് 4 പ്ലസ് 9 റൂട്ട് 13 വരും. ഇനി ഞാൻ മറ്റൊരു വെക്ടർ ബി ക്യാപ്പ് ബി വെക്ടർ ബി എഴുതുകയാണ്. അത് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചു. 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ്. ഇവിടെ കോഎഫിഷ്യൻ്റ് അങ്ങോട്ട് ഇവിടെ മാറ്റിയിട്ട് എഴുതിയതാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് എഴുതിയാൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അത് ഇത് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് റൂട്ട് 13 ആണ്. ചുരുക്കത്തിൽ ഈ 2 വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ് അല്ലേ? 2ൻ്റെ അതായത് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. അങ്ങനെയുള്ള 2 വെക്ടേഴ്സ് പറയാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. നമുക്കിവിടെ ഇതിന് പകരം ഇതിപ്പോൾ ഈക്വൽ വെക്ടർ എല്ലാം നമുക്കറിയാം 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ആണ്. കാരണം ഇവിടെ 2ഉം 3, ഇവിടെ എക്സ് വെക്ടർ കമ്പോണൻറ്റ് ഇവിടെ 2, ഇവിടെ 3, അല്ലെങ്കിൽ ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഐ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 2, ഇവിടെ 3 ആയതുകൊണ്ട് അന്നപ്പോൾ തന്നെ ഇത് ഡിഫറെൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന് പകരമാണ് 2i മൈനസ് 3j എന്ന്, ഇവിടെ 2i പ്ലസ് 3j എഴുതിയതിന് അടിച്ചതിന് ശേഷം താഴെ 2i മൈനസ് 3j എന്ന് കൊടുത്താലും ഡിഫറെൻ്റ് ആവും. അപ്പോഴും മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെ വരികയും ചെയ്യും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് റൈറ്റ് 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് ദ സെയിം ഡയറക്ഷൻ. 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതണം, അതിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വെക്ടർ എഴുതുകയാണെങ്കിൽ ലാംഡ ടൈംസ് ലാംഡ പോസിറ്റീവ് ആണെങ്കിൽ ഇതിന് 2ൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ലാംഡ ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുമെന്ന് നമ്മൾ പഠിച്ചു.
അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വെക്ടർ കൊടുക്കാം. വെക്ടർ ഈസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് ഇസഡ് ക്യാപ് കെ ക്യാപ് എന്ന് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് എന്ന് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ ലാംഡയ്ക്ക് ഒരു പോസിറ്റീവ് നമ്പർ 5 വെക്ടർ 5 ടൈംസ് വെക്ടർ എന്ന് എഴുതാം. നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്കറിയാം ഇതിൽ ലാംഡ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 ഐ ക്യാപ് പ്ലസ് 5 ജെ ക്യാപ് പ്ലസ് 5 കെ ക്യാപ് എന്ന്. അപ്പോൾ ഇതിൽ രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ലാംഡ ഒരു പോസിറ്റീവ് നമ്പറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഇത് രണ്ടും ഡിഫറെൻറ്റ് വെക്ടേഴ്സും ആണെന്ന് നമുക്കറിയാം. കാരണം ഇതിൻ്റെ ഈ കോഎഫിഷ്യൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. therefore vector A and 5 times vector A have the same direction. കാരണം എന്താണ്, എ ക്യാപ് ആൻഡ് ലാംഡ എ ക്യാപ് സോറി വെക്ടർ എ ആൻഡ് ലാംഡ ടൈംസ് വെക്ടർ have the same direction. Have the same direction. When lambda is greater than 0, പോസിറ്റീവ് നമ്പർ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ പറയാൻ കാര്യം. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം തന്നിരിക്കുന്നത്. Find a unit vector in the direction of the vector PQ where P and Q are the points 1, 2, 3 and 4, 5, 6. അതായത് ഇപ്പം രണ്ട് പോയിന്റ്സ് ഇവിടെ പറയുകയാണ്. P യും Q. ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ്സ് 1, 2, 3 ആണ്. Q എന്ന് പറയുന്ന പോയിന്റ്സ് Qന്റെ കോർഡിനേറ്റ്സ് 4, 5, 6 ആണ്. ഇത് നമ്മളോട് പറയുന്നു എന്താണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ പി ക്യു. ഈ പി ക്യുവിൻ്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, പി എക്സ് വൈ സെഡ് ഒരു പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് ഇസഡ് കെ ക്യാപ്പ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പോയിന്റ്സിൻ്റെ കൂടെ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ വെക്ടർ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിയുടെ പൊസിഷൻ വെക്ടർ ഒ പി നമുക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 കെ ക്യാപ്പ് എന്ന്. ഇനി ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ഒ ക്യു ഇസ് ഈക്വൽ ടു 4i പ്ലസ് 5j പ്ലസ് 6k. ഞാൻ ഐ ജെ കെ എന്ന് വായിക്കുമെങ്കിലും നമ്മൾ എഴുതുമ്പം ഐ ക്യാപ്പ് കൂടി ഇട്ടേക്കാം. പറയാനുള്ള എളുപ്പത്തിന് 4i പ്ലസ് 5j പ്ലസ് 6k എന്ന് ഞാൻ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിനി എന്താണ് കാണേണ്ടത്? പി ക്യു, വെക്ടർ പി ക്യു കാണും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്ടർ ഒ ക്യു മൈനസ് വെക്ടർ ഒ ക്യു. അതായത് ഫൈനൽ പൊസിഷനിൽ നിന്ന് ഇനിഷ്യൽ പൊസിഷനിലേക്കുള്ള പൊസിഷൻ വെക്ടർ സബ്ട്രാക്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ ഒ ക്യു എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ നിന്ന് ഇത് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിട്ടൊന്നും എഴുതേണ്ട കാര്യം നമുക്കിവിടെ നേരിട്ട് സബ്ട്രാക്ട് ചെയ്ത് അങ്ങ് എഴുതാം. 4 - 1 3i ക്യാപ്പ് പ്ലസ് 5 - 2 എന്ന് പറയുമ്പോൾ 3j ക്യാപ്പ് പ്ലസ് 6 - 3 3k ക്യാപ്പ് എന്ന്. അപ്പോൾ ഇതാണ് വെക്ടർ പി ക്യു എന്ന് പറയുന്ന വെക്ടർ. ഇതാണ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു വെക്ടർ, അതിൻ്റെ ഇവിടെയുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ്, ഇതാണ് യൂണിറ്റ് വെക്ടർ. നമ്മൾ സാധാരണ രീതിയിൽ അതിനെ എ ക്യാപ്പ് എന്നോ അല്ലെങ്കിൽ എ ഹാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സൂചിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പി ക്യുവിൻ്റെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെക്ടർ കണ്ടുപിടിച്ച് ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടെ കണ്ടുപിടിച്ച് അത് ഡിവൈഡ് ചെയ്ത് എടുത്ത് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 3² പ്ലസ് 3² പ്ലസ് 3². അപ്പോൾ എത്ര 3² ആണ് ഇവിടെ വന്നിരിക്കുന്നത്? 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 3 എന്ന് കിട്ടും. 9 × 3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 3√3 എന്ന് വേണം എഴുതാം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3√3 യൂണിറ്റ് ആണ്. ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ
ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു, വെക്ടർ പി ക്യു എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ പി ക്യുവിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ വെക്ടർ പി ക്യു എന്താണ് ഇവിടെ? 3i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 3k ക്യാപ് ഡിവൈഡഡ് ബൈ ഇസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 3√3. അപ്പോൾ ഇതായിരിക്കും യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ക്യാപ്പ് എന്നൊന്നും എഴുതുന്നില്ല. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യു കാണാൻ എന്ത് ചെയ്യണം? വെക്ടർ ഡിവൈഡ് ബൈ ഇസ് മാഗ്നിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് വെക്ടർ, that is പി ക്യു. Look at the fifth question. For a given vector A is equal to 2i cap minus j cap plus 2k cap and vector B is equal to minus I plus j minus k, find the unit vector in the direction of the vector a plus b. Vector a plus vector b. അതായത് രണ്ട് വെക്ടേഴ്സ് ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. വെക്ടർ എ തന്നിട്ടുണ്ട്. വെക്ടർ എ തന്നിരിക്കുന്നത് 2i ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്പ് ആണ്. വെക്ടർ ബി തന്നിട്ടുണ്ട്. അതെന്താണ് തന്നിരിക്കുന്നത്? മൈനസ് ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് കെ ക്യാപ്. ഇപ്പോൾ രണ്ട് വെക്ടർ എയും ബിയും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടർ കാണാൻ ആദ്യം എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആദ്യം ഒന്ന് കാണാം. അപ്പോൾ അതെങ്ങനെയാണ് സം ചെയ്യുന്നതും സബ്ട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റിൻ്റെ സം എടുത്താൽ മതി. ഇപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1i ക്യാപ്. അടുത്തത് 0i പോവും. 0j ബാർ എഴുതി ജെ ക്യാപ്പ് എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 2 - 1 പ്ലസ് കെ ക്യാപ്പ് എന്ന്. ഇതാണ് നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത്. അതായത് 2 - 1 1 ആണ്. -1 + 1 0, 2 - 1 1 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത്. ഇനി ആ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കാണാം. നമുക്കറിയാം യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? വെക്ടർ ഡിവൈഡ് ബൈ ഇസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയറിൻ്റെ സമ്മാണ്. നമുക്ക് √2 ആണെന്ന് കിട്ടും. 1 + 1 2, അപ്പോൾ √2 എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ യൂണിറ്റ് വെക്ടർ in the direction of vector a plus vector b. Vector a plus vector b. നമുക്കറിയാം എന്താണത്? വെക്ടർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ എന്താണ്? വെക്ടർ ഐ പ്ലസ് ഇവിടെ ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ നമ്മളെ വെക്ടർ എന്നങ്ങ് എഴുതുകയാണ്. ദാറ്റ് ഈസ് 5i ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്. ഇതാണ് തന്നിരിക്കുന്ന ഒരു വെക്ടർ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു വെക്ടറാണ് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിൽ 8 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വരത്തക്ക രീതിയിൽ ഒരു വെക്ടർ നമ്മൾ അവിടെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യമേ ഒരു യൂണിറ്റ് വെക്ടർ എടുക്കാം. ഇത്ര ഒരു യൂണിറ്റ് വെക്ടർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ആ യൂണിറ്റ് വെക്ടറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 ടൈംസ് ആവും. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ നമുക്ക് ആദ്യം മാഗ്നിറ്റ്യൂഡ് എന്ന് കാണാം. √5² പ്ലസ് -1² പ്ലസ് 2². വാട്ട് ഈസ് ദാറ്റ്? 25 പ്ലസ് 1 പ്ലസ് 4 √30 എന്ന് വരും. ഇതായിരിക്കും ഈ വെക്ടറിൻ്റെ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇനി നമുക്ക് എ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ കാണാം. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വെക്ടർ എ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡാണ്. വെക്ടർ എ ഇവിടെ എന്താണ്? 5i ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പാണ് ഡിവൈഡഡ് ബൈ √30. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടർ ആയിരുന്നു.
ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഇതൊരു യൂണിറ്റ് വെക്ടർ ആണെന്ന് ഇപ്പോൾ ഇത് യൂണിറ്റ് വെക്ടറാണ്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ആകണമെങ്കിൽ നമ്മൾ ആ യൂണിറ്റ് വെക്ടറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റിക്വയർഡ് വെക്ടർ ഈക്വൽ ടു 8 ടൈംസ് എ ക്യാപ്. ആ യൂണിറ്റ് വെക്ടറിൻ്റെ 8 ടൈംസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 8/√30 ഇൻറ്റു 5i ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ആവശ്യമായ വെക്ടർ. 8 ടൈംസ് മാഗ്നിറ്റ്യൂഡുള്ള യൂണിറ്റ് വെക്ടറാണ് നമ്മൾ എഴുതിയത്. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i ക്യാപ് മൈനസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് ആൻഡ് മൈനസ് 4i ക്യാപ് പ്ലസ് 6j ക്യാപ് പ്ലസ് 8k ക്യാപ് ആർ കൊളീനിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും കൊളീനിയർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സ് എയും ബിയും കൊളീനിയർ ആണെന്ന് പറയാം. ഒന്ന് മറ്റൊന്നിൻ്റെ ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ആയിരിക്കണമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. രണ്ട് വിധത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഫോമിൽ നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ വെക്ടറിനെ നമുക്ക് 2i മൈനസ് 3j പ്ലസ് 4k. അടുത്ത വെക്ടറിനെ വെക്ടർ ബി എന്ന് എഴുതിയാൽ മൈനസ് 4i പ്ലസ് 6j മൈനസ് 8k. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ മറ്റൊന്നിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു -2 കോമൺ ഫാക്ടർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2i ക്യാപ് പ്ലസ് 3 -2 ആയത് എടുത്തതുകൊണ്ട് മൈനസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ് എന്ന് ശരിയല്ല എഴുതിയിരിക്കുന്നത്. -2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുക. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റിനകത്തോടെ നോക്കി -2 ഇൻറ്റു ഇതെന്താണ്? ഈ വെക്ടർ ഏത് തന്നെയല്ലേ, അപ്പോൾ ഇതിനെ -2 വെക്ടർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവസാനം എന്താ കിട്ടിയത്? വെക്ടർ ബി ഈസ് ഈക്വൽ ടു എ ലീനിയർ ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ഇസ് എ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദി ഫസ്റ്റ് വെക്ടർ എ എന്ന് കിട്ടി. അപ്പോൾ എന്ത് പറയാൻ സാധിക്കും? therefore വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ കൊളീനിയർ. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി മറ്റൊരു മെത്തേഡ് മെത്തേഡ് 2 നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ച മറ്റൊരു മെത്തേഡ് നോക്കാം. നമ്മൾ ഇതിനെ a1i പ്ലസ് b1j പ്ലസ് c1k, ഇതിനെ a2j പ്ലസ് b2j a2i പ്ലസ് b2j പ്ലസ് c2k അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് രണ്ടും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ പഠിച്ചു a1/a2 = b1/b2 = c1/c2. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിയാൽ a1/a2 എന്താണെന്ന് നോക്കാം. ഇവിടെ a1/a2 എന്ന് പറയുമ്പോൾ എന്താണ്? 2/-4 ദാറ്റ് ഈസ് -1/2. b1/b2 നോക്കാം. അടുത്ത കോഎഫിഷ്യൻ്റ് ആണ് -3/6, അത് -1/2 ആണ്. c1/c2 അടുത്ത കോഎഫിഷ്യൻ്റ് നോക്കാം 4/-8, ദാറ്റ് ഈസ് ഓൾസോ -1/2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? a1/a2 = b1/b2 = c1/c2. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് പറയാൻ സാധിക്കും? therefore വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആ കൊളീനിയർ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡാണ് പഠിച്ചത്. എ ബാർ ആൻഡ് ബി ബാർ ആർ കൊളീനിയർ ഇഫ് എ ഈസ് ലാംഡ ടൈംസ് ബി ബാർ, അല്ലെങ്കിൽ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദി സെക്കൻഡ് വെക്ടർ, അല്ലെങ്കിൽ a1/a2 = b1/b2 = c1/c2. ഈ കമ്പോണന്റ് ഫോമിൽ എഴുതിയിട്ട് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ രണ്ട് ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നമുക്ക് കൊളീനിയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ വെക്ടർ ജോയിനിങ് ദ പോയിന്റ്സ് P2 ആൻഡ് കോർഡിനേറ്റ്സ് 2, 3, 0, Q -1, -2, -4 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ ജോയിനിങ് പിയും ക്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. പിയുടെ കോർഡിനേറ്റ്സ് 2, 3, 0 ആണ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -1, -2, -4. അപ്പോൾ വെക്ടർ ജോയിനിങ് നമ്മൾ വെക്ടറാണ് കണ്ടുപിടിക്കാൻ ജോയിനിങ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. അപ്പോൾ നമുക്ക് വെക്ടർ പി ക്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് PXYZ ഒരു പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്?
XI പ്ലസ് YJ പ്ലസ് ZK നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പിയുടെ പൊസിഷൻ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 0k ക്യാപ്. ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? -i ക്യാപ് മൈനസ് 2j ക്യാപ് മൈനസ് 4k ക്യാപ്. അപ്പോൾ നമുക്ക് പിയുടെയും ക്യൂയുടെയും പൊസിഷൻ വെക്ടറായി നമുക്ക് പി ക്യൂ ഒന്ന് കണ്ടു നോക്കാം. പി ക്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. OQ മൈനസ് OP ആണ്. ഇവിടുന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പം എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? -1 -2 i ക്യാപ്പ് പ്ലസ് -2 -3 j ക്യാപ്പ് പ്ലസ് -4 -0 k ക്യാപ്പ്. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. എന്ത് വരും? -3 i ക്യാപ്പ് -5 j ക്യാപ്പ് -4 k ക്യാപ്പ്. അപ്പോൾ ഇതായിരിക്കും ദ വെക്ടർ ജോയിനിങ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വെക്ടർ ആയിരിക്കും ഈ പിയും ക്യൂയും ജോയിൻ ചെയ്യുന്ന ഒരു വെക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Look at the 9th question. Show that the points A, B, C 3 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വെർട്ടീസസ് ആയിട്ടാണ് ഈ വെക്ടേഴ്സ് തന്നിരിക്കുന്നത്. അത് വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇത് റൈറ്റ് ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണ്. അപ്പോൾ എയും ബിയും സിയും വെർട്ടീസസ് ആയിട്ടാണ്, നോട്ട് സൈഡ്സ് ആയിട്ടല്ല തന്നിരിക്കുന്നത്. എയും ബിയും സിയും വെർട്ടീസസ് ആയിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് OA ബാർ എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ വെക്ടർ OA എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 2i മൈനസ് j പ്ലസ് k പ്ലസ് k എന്ന് എഴുതും. പൊസിഷൻ വെക്ടർ ബി നമുക്ക് എങ്ങനെ എഴുതാം? ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പം പൊസിഷൻ വെക്ടർ നമുക്ക് ഇങ്ങനെ എഴുതാം: i മൈനസ് 3j മൈനസ് 5k. പൊസിഷൻ വെക്ടർ സി നമുക്ക് ഇങ്ങനെ എഴുതാം: 3i മൈനസ് 4j മൈനസ് 4k. ഇപ്പോൾ ഈ ട്രയാങ്കിൾ 3 സൈഡ്സിൻ്റെ 3 വെർട്ടീസസിൻ്റെ പൊസിഷൻ വെക്ടേഴ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈഡ്സ് ഒന്ന് കാണണമെങ്കിൽ സൈഡ്സ് ഉപയോഗിച്ചാൽ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ സിക്കൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ഓരോ സൈഡിൻ്റെ ലെങ്ത് ഒന്ന് കാണണം. അതിനുവേണ്ടി നമുക്ക് AB ഒന്ന് കാണാം. വെക്ടർ AB എന്ന് പറഞ്ഞാൽ എന്താണ്? OB മൈനസ് OA. വെക്ടർ OB മൈനസ് വെക്ടർ OA. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യണം. വാട്ട് ഈസ് 1 മൈനസ് 2 മൈനസ് i മൈനസ് 3 പ്ലസ് 1 മൈനസ് 2j മൈനസ് 5 മൈനസ് 1 മൈനസ് 6k. അപ്പോൾ 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 3 പ്ലസ് 1 മൈനസ് 2 മൈനസ് 5 മൈനസ് 1 മൈനസ് 6. വെക്ടർ BC എങ്ങനെ കാണും? OC മൈനസ് OB ആണ്. OC ഇതാണ്. 3 മൈനസ് 1 2i മൈനസ് 4 പ്ലസ് 3 മൈനസ് j ക്യാപ് മൈനസ് 4 പ്ലസ് 5 പ്ലസ് k ക്യാപ്. ഇത് നോക്കാം. 3 മൈനസ് 1 2i മൈനസ് 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ്. ഇപ്പോൾ മൈനസ് 4 പ്ലസ് 3 എന്ന് പറയുമ്പോൾ മൈനസ് j മൈനസ് 4 മൈനസ് 5 എന്ന് പറയുമ്പോൾ മൈനസ് 4 മൈനസ് പ്ലസ് 5 എന്ന് പറയുമ്പോൾ 1k. AC കൂടെ നോക്കാം. വെക്ടർ AC എന്ന് പറഞ്ഞാൽ OC മൈനസ് OA ആണ്. 3 മൈനസ് 2 1 മൈനസ് 3 പ്ലസ് 1 മൈനസ് 2j മൈനസ് നമുക്കിവിടെ 3 മൈനസ് 2 1i. OCയിൽ നിന്ന് OA ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. മൈനസ് 4 പ്ലസ് 1 മൈനസ് 4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 3j പിന്നെ മൈനസ് 4 മൈനസ് 1 മൈനസ് 5k. നോക്കാം. 3 മൈനസ് 2 1 മൈനസ് 4 പ്ലസ് 1 മൈനസ് 3 മൈനസ് 4 മൈനസ് 1 മൈനസ് 5. അപ്പോൾ നമുക്ക് ഈ 3 സൈഡ്സ് കിട്ടി. ഇനി അവയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഒന്ന് കണ്ടാൽ വെക്ടർ ABയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് -1 സ്ക്വയർ -2 സ്ക്വയർ പ്ലസ് -6 സ്ക്വയർ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കിയും? 1 പ്ലസ് 4 പ്ലസ് 36 √51 ആണ്.
സോറി 36 പ്ലസ് 4 41 ആണ്, റൂട്ട് 41 വരും. ഇനി അടുത്തത് നമുക്ക് ബി സി വെക്ടർ ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കാണാം. അത് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ, 2 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, that is root of 4 plus 1 plus 1, that is root to 6 യൂണിറ്റ്. അടുത്ത എ സി എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കാണാം. അത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. ഇങ്ങനെയാണെന്നെങ്കിൽ ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 5 സ്ക്വയർ. അതെന്ത് വരും നമുക്ക് നോക്കാം. 1 പ്ലസ് 9 പ്ലസ് 25, that is root 35. അപ്പോൾ നോക്കിയേ, നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ടെണ്ണത്തിൻ്റെ സം, അതായത് എ സിയുടെ മാഗ്നിറ്റ്യൂഡും നമുക്ക് മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ എ ബി ആണ്. എ സി എന്ന് പറയുന്നത് ഇപ്പോൾ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 35 ആയതുകൊണ്ട് എ സി സ്ക്വയർ നമുക്ക് 35 എന്ന് എടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 35 ആണ്. ഇനി ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് 6 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് വരും? 6 വരും. അപ്പോൾ 35 പ്ലസ് 6 41 ആണ് എന്ന് പറയുന്നത് ഏതാണ്? എ ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതുകളിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസിക്കൽ എ ബി സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കും? ഫോർ ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇപ്പോൾ എ ബി എന്ന് പറയുന്നത് തന്നെയാണ് എ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. നമ്മൾ എ ബി എന്ന് എഴുതാറുണ്ട്. അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഏതൊട്ട് ഇത് വെക്ടർ അല്ല, ഇത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ എ ബിയുടെ സ്ക്വയർ എ സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 35, ബി സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ആണ്. 35 പ്ലസ് 6 41, ദാറ്റ് ഈസ് എ ബി സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ഓപ്പറേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെക്ടർ ഓപ്പറേഷൻസ് ആണ്. അതിലെ വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചു. രണ്ടാമത് വെക്ടർ സബ്ട്രാക്ഷൻ. അഡീഷൻ്റെ ഒരു സപ്പാർട്ടായിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ എടുക്കാം. എങ്കിലും അഡീഷൻ നമ്മൾ പഠിച്ചു, സബ്ട്രാക്ഷൻ പഠിച്ചു, പിന്നെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ നമ്മൾ പഠിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ അവസാനമായിട്ട് രണ്ട് വെക്ടറിൻ്റെ പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്, നാലാമത്തെ ഓപ്പറേഷനായ പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. ഇതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ വെക്ടറിൻ്റെ രണ്ട് വെക്ടർ വന്നു കഴിഞ്ഞാൽ സം കാണാൻ, അതിൻ്റെ ഡിഫറൻസ് കാണാൻ, ഒരു വെക്ടറിനെയും ഒരു സ്കെയിലറിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. അടുത്തത് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സാണ്. അപ്പോൾ ഈ വെക്ടറിൻ്റെ പ്രോഡക്റ്റ് തന്നെ നമുക്ക് രണ്ട് വിധമുണ്ട്. അതിൽ ആദ്യത്തേത് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയും. ഇതിൻ്റെ ആൻസർ സ്കെയിലർ ആയിരിക്കും. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെക്ടർ പ്രോഡക്റ്റാണ്. അതിന് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ആൻസർ എപ്പോഴും നമുക്കൊരു വെക്ടറായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം രണ്ട് വെക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. രണ്ടാമത് വെക്ടർ പ്രോഡക്റ്റാണ്. അപ്പോൾ രണ്ട് വെക്ടർ അത് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട്, അത് തമ്മിലുള്ള വെക്ടർ പ്രോഡക്റ്റ് അല്ലെ ക്രോസ് പ്രോഡക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പിലുള്ള പ്രോഡക്റ്റ് വെക്ടറാണ്, ആദ്യത്തെ ടൈപ്പിലുള്ളത് സ്കെയിലറാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് സ്കെയിലർ പ്രോഡക്റ്റ് or dot product of 2 vectors നോക്കാം. സ്കെയിലർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. നമുക്ക് രണ്ട് വെക്ടർ, ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെന്ന് കരുതും.
അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ സ്കെയിലർ പ്രോഡക്റ്റ് നമ്മളിങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു ഡോട്ടാണ് പ്രോഡക്റ്റായിട്ട് നമ്മൾ ഇടുന്നത്. നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഡോട്ടൊക്കെ ഇടാറുണ്ട്. പറഞ്ഞാൽ ഇത് വായിക്കുന്നത് എ ഡോട്ട് ബി എന്നാണ്. ഡോട്ട് ഇടുന്നതുകൊണ്ടാണ് എ ഡോട്ട് ബി എന്ന് വായിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആൻസർ സ്കെയിലർ ആയതുകൊണ്ടാണ് ഇതിനെ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി കോസ് തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് എന്താ? ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആൻഡ് വെക്ടർ ബി വേർ 0 ≤ തീറ്റ ≤ 180 ആയി. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ ഡെഫിനേഷൻ ഇതാണ്. വെക്ടർ ഡോട്ട് വെക്ടർ ബി അല്ലെങ്കിൽ എ ഡോട്ട് ബി നമുക്ക് എളുപ്പത്തിൽ വായിച്ചാൽ എ ഡോട്ട് ബി = മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. നമുക്കറിയാം ഇവിടെ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്കെയിലർ നമ്പർ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ആയിരിക്കും. കോസ് ഓഫ് ആൻ ആംഗിൾ ഈസ് ഓൾസോ എ സ്കെയിലർ. അപ്പം പ്രോഡക്റ്റ് ഓഫ് സ്കെയിലേഴ്സ് എന്താണ്? ഒരു സ്കെയിലർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്കെയിലർ ആണെന്ന് പറയുന്നത്. പിന്നെ ഡോട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് എന്താ നമ്മൾ പറയുന്നത് ഇതൊരു ഡോട്ട് പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഏതെങ്കിലും ഒരു വെക്ടർ ഇപ്പം എ 0 ആവുക അല്ലെങ്കിൽ ഐദർ എ അല്ലെങ്കിൽ ബി 0 ആവുക എന്ന് വിചാരിച്ചു. ആ കേസിൽ നമുക്കിവിടെ തീറ്റ എക്സിസ്റ്റ് ചെയ്യത്തില്ല. 0 ആയി പോയെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ആംഗിൾ ഇല്ലാതെ വരും. ആ സ്ഥലത്ത് നമ്മൾ എന്ത് പറയും? വെക്ടർ എ ഡോട്ട് ഈസ് ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വെക്ടർ ഇതിനെ ഒരു 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞ. ഒന്ന്, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് ആണ്. ആ തീറ്റ എന്ന് പറയുന്നത് 0-ക്കും 180-ക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ആകാം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ വെക്ടറിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിപ്പോയെങ്കിൽ ഇവിടെ തീറ്റ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ തീറ്റ ഇല്ലാത്തടത്തോളം കാലം നമുക്കിവിടെ ഈ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ 0 ആയിട്ടാണത് കൺസിഡർ. ഏതെങ്കിലും ഒരെണ്ണം 0 ആയിപ്പോയെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ഒന്ന് നോക്കാം. എന്താണ് ഈ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഒബ്സർവേഷൻ? ആദ്യമേ നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻസ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കെയിലർ പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് എ സ്കെയിലർ ആണ് നമ്മൾ പറയും. ഇതാണ് ആദ്യത്തെ ഒരു എൻ്റെ ഒരു ഒബ്സർവേഷൻ. അത് തന്നെയാണ് ഇവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്കെയിലർ ആയിരിക്കും. ഇനി ഇപ്പോൾ നമ്മൾ പറയുകയാണ് എ ബാർ ഡോട്ട് ബി അല്ലെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി 0 ആകുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടർ ഈ ആംഗിൾ ഇങ്ങോട്ടുള്ള വെക്ടർ എയും വെക്ടർ ബിയും ഇപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെ വരും? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി = മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് 90. അപ്പോൾ കോസ് 90 നമുക്കറിയാം 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി = 0. എപ്പോഴാണ്? വെൻ മീൻസ് വെക്ടർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി. അപ്പോൾ വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഉടനെ നമുക്ക് എന്നാ പറയാം? അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് പറയാം. നേരെ തിരിച്ച് അപ്പോൾ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ സാധിക്കും. വെക്ടർ എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ രണ്ട് തന്നിരിക്കുന്ന വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ അതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അപ്പോൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിൽ ഈ തീറ്റ 0 ആകുമെന്ന് ആദ്യം ഇവിടെ നമ്മൾ തീറ്റ 90 പറഞ്ഞു. ഇനി തീറ്റ 0 ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്തായിട്ട് മാറും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് 0. നമുക്കറിയാം കോസ് 0 1 അല്ലേ? 1 ആയതുകൊണ്ട് നമുക്കിതിന് എന്നാ പറയാം? ഇങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ ഈ ആംഗിൾ 0 വരുമ്പോൾ, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 0 ആയിട്ട് വരുമ്പോൾ നമുക്കെന്ത് പറയാൻ സാധിക്കും? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി = മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇതൊരു സംഖ്യ ആയിരിക്കും. ഇപ്പോൾ 7 അല്ലെങ്കിൽ 8. ഇത് സാധാരണ രീതി മൾട്ടിപ്ലൈ 7 × 8 എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി = മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയാൻ സാധിക്കും. ഇനി തീറ്റ ഒരു പൈ ആകുകയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വരും?
വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് പൈ എന്ന് വരും. തീറ്റ പൈ ആകുമ്പോൾ കോസ് പൈ എന്നാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. 90ക്ക് പകരം ഇവിടെ ആംഗിള് 90ക്ക് പകരം ഇവിടെ 180 ആവും. നമുക്കറിയാം കോസ് 180 എന്ന് പറയുന്നത് മൈനസ് ആണ്, -1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോൾ, 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സാണ്. അപ്പോൾ ഇവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? മൈനസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പം രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ പൈ ആകുമ്പോൾ, 180 ഡിഗ്രി ആകുമ്പോൾ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വൺ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സെക്കൻഡ് വൺ ആണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. വെക്ടർ ഇൻറ്റു വെക്ടർ, വെക്ടർ എ ഡോട്ട് വെക്ടർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്? ആദ്യം മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രോഡക്റ്റ് എഴുതണം. എന്നിട്ട് കോസ്, ഒരു വെക്ടർ അതുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്, കോസ് 0. അത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് പറയാൻ സാധിക്കും? വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, കോസ് 0 1 1. അപ്പോൾ നമുക്കിത് പറയാവുന്ന എങ്ങനെയാണ്? വെക്ടർ എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പം അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് സ്ക്വയർ ഓഫ് വെക്ടർ, വെക്ടറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു വെക്ടർ എടുത്ത് അതുമായിട്ട് തന്നെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാമെങ്കിൽ അതിന് പകരം എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ റെക്റ്റാങ്കുലർ സിസ്റ്റം IJ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് X ആക്സിസ്, ഇത് Y, ഇത് Z ആക്സിസ്. ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ I ക്യാപ്പ്, ഇത് J ക്യാപ്പ്, ഇത് Z ക്യാപ്പാണ്, ഇത് K ക്യാപ്പാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിൾ എല്ലാം 90 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ I ക്യാപ്പ് ഡോട്ട് I ക്യാപ്പ് കാണുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ റെഫറൻസ് അനുസരിച്ച് ആദ്യം മാഗ്നിറ്റ്യൂഡ് ഒന്ന് നോക്കണം, എന്നിട്ട് അവ തമ്മിലുള്ള ആംഗിൾ എടുക്കാം. അപ്പം ഐയും തമ്മിലുള്ള ആംഗിൾ cos 0 1 ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും? I ക്യാപ്പ് ഡോട്ട് I ക്യാപ്പ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഇതിൻ്റെയും 1 ആണ്, cos 0യും 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? I ഡോട്ട് I ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പോൾ I ഡോട്ട് I എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ J ഡോട്ട് J, I ഡോട്ട് I 1 ആണെങ്കിൽ നമുക്കെന്ത് പറയാം? I ഡോട്ട് I is equal to J ഡോട്ട് J is equal to K ഡോട്ട് K is equal to 1 ആയിരിക്കും. ഇത് ഓർത്തിരിക്കണം. I ഡോട്ട് I എപ്പോഴും 1 ആയിരിക്കും. J ഡോട്ട് J എടുത്താലും 1, K ഡോട്ട് K എടുത്താലും, K ക്യാപ്പ് ഡോട്ട് K ക്യാപ്പ് എടുത്താലും 1 ആയിരിക്കും. നേരെ മറിച്ച് നമ്മളിപ്പം I ക്യാപ്പ് ഡോട്ട് J ക്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് I ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ്, J ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോസ്, ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90 എന്ന് വരും. നമുക്കറിയാം എത്രയാണ്? 0 ആണ്. ഇത് 0 ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തെ നോക്കേണ്ടത് 0 ആയിക്കോളും. അപ്പോൾ ഇവിടെ നമുക്കെന്ത് മനസ്സിലായി? I ഡോട്ട് J ഇപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന അവിടെ എപ്പോഴും അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഇവിടെ എന്താണ്? I ഡോട്ട് K ഈക്വൽ ടു J ഡോട്ട് I ഈക്വൽ ടു J ഡോട്ട് K ഈക്വൽ ടു K ഡോട്ട് I ഈക്വൽ ടു K ഡോട്ട് J ഈക്വൽ ടു 0. അപ്പോൾ ഈ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, I ഡോട്ട് I, J ഡോട്ട് J, K ഡോട്ട് K എന്ന് പറഞ്ഞാൽ 1ഉം, ഈ ഡിഫറൻ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ എൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 0യും ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഡോട്ട് പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വെക്ടേഴ്സ് എടുത്താൽ വെക്ടർ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ബി ഡോട്ട് വെക്ടർ. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ ആണ്, ആംഗിൾ ബിറ്റ്വീൻ ദ
തിരിച്ചാണെങ്കിലും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു കോസ് തീറ്റ ആണ്. ഇവിടെ കോസ് തീറ്റ ആംഗിള് സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാവുകയില്ലെന്ന് നോക്കി. അതായത് ഇത് രണ്ടും എപ്പോഴും ഈക്വൽ. ഇതൊരു സംഖ്യയാണ്, ഇതൊരു സംഖ്യയാണ്. ഇത് 7, ഇത് 8 ആണ്, ഇത് 8 × 7. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലായി? വെക്ടർ ഡോട്ട് വെക്ടർ ബി സിക്കൽ വെക്ടർ ബി ഡോട്ട് വെക്ടർ. അതുകൊണ്ട് എന്താണ്, ഇതൊരു ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. എ ബാർ ഡോട്ട് ബി പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ സി, ആ രീതിയിൽ എടുക്കാം. അടുത്ത ഒരു സ്കെയിലർ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. ലാംഡ എ ബാർ ലാംഡ വെക്ടർ ഇൻറ്റു ബി ലാംഡ എ ഇൻറ്റു ബി, അല്ലെങ്കിൽ ലാംഡ എ ഇൻറ്റു ലാംഡ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ ലാംഡ ടൈംസ് എ ഡോട്ട് ബി ആണ്. എന്ന് പറഞ്ഞത് തന്നെയാണ് എ ബാർ ഡോട്ട് ലാംഡ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളെപ്പോഴും ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നത് രണ്ട് വെക്ടർ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു സ്കെയിലർ ഒരു വെക്ടറുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴാണ് രണ്ട് വെക്ടർ തമ്മിലായിരിക്കും എപ്പോഴും ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഈ വെക്ടർ തമ്മിലുള്ള ആ ഒരു ഡോട്ട് പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം, ഇപ്പോൾ ഇതൊരു സ്കെയിലറാണ്, ഈ സ്കെയിലറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് നമ്മൾ പഠിക്കുന്ന കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യമേ ഈ രണ്ട് വെക്ടർ എടുത്ത് ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നു. അത് ആൻസർ സ്കെയിലറാണ്. അപ്പോൾ ആ സ്കെയിലിനെ മറ്റൊരു സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈ രീതിയിൽ കണ്ടാലും ഈ രീതിയിൽ കണ്ടാലും നമുക്ക് ഈ രീതിയിലാണ് ഇതിന് ആൻസർ കാണേണ്ടതെന്ന് പ്രത്യേകം ഓർക്കുക. അടുത്ത നാലാമത്തത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, വെക്ടറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊരു വെക്ടറാണ്, ആ വെക്ടറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ a + b ഹോൾ സ്ക്വയർ പഠിച്ച പോലെ തന്നെ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അതായത് വെക്ടർ എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സ്ക്വയർ ഇൻറ്റു 2 ടൈംസ് എ ഡോട്ട് ബി ആണ്. അപ്പോൾ നേരെ മറിച്ച് ഇവിടെ പ്ലസിന് പകരം, ഇപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്, ഇവിടെ പ്ലസിന് പകരം മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വരും. അടുത്തായിട്ട് നമ്മൾ a + b × a - b എന്ന് കാണുന്ന പോലെ ഇവിടെ ഇടയ്ക്ക് ഡോട്ട് വന്നാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി സ്ക്വയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് a + b × a - b a² - b² എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെക്ടർ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയറിൽ നിന്ന് രണ്ടാമത്തെ അതായത് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്തിരിക്കും.